ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ കേട്ടോ. പിന്നെ ഈ വർഷം, അതായത് 2025 നമുക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഈ വർഷം എല്ലാവരുടെയും എല്ലാ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും എല്ലാം സഫലമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം നിറഞ്ഞ ഒരു ന്യൂ ഇയർ ആവട്ടെ. അതായത് ന്യൂ ഇയറിലെ തുടക്കത്തിൽ മാത്രമല്ല, 25 അവസാനിക്കുന്നത് വരെ ആ സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹവും എല്ലാം ഐശ്വര്യവും എല്ലാം നമ്മൾ ഓരോരുത്തരുടെ കൂടെയും, നിങ്ങളും ഓരോരുത്തരുടെ കൂടെയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇത് ഞാൻ അന്ന് എറണാകുളത്ത് പോയി എന്ന് പറഞ്ഞായിരുന്നില്ലേ, ഞാൻ ഹോം ടൂറൊക്കെ കാണിച്ചു. അപ്പോൾ ഞങ്ങൾ 2 ദിവസത്തേക്ക് എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എറണാകുളത്ത് എടപ്പള്ളിയാണ് ഇത്, എടപ്പള്ളി സെൻറ്റ് ജോർജ് ചർച്ചാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് വൈകിട്ട് പോയതിൻ്റെ അന്ന് വൈകിട്ട് ഞങ്ങളിങ്ങനെ സെൻറ്റ് ജോർജ് ചർച്ച് എടപ്പള്ളിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടുത്തെ ആ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഭയങ്കര ഭംഗിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഭംഗിയായിട്ട് ആണ് അവിടെ ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. ഫുൾ ഓഫ് ലൈറ്റ്സും എന്താ പറയുന്ന, മനസ്സിനൊരു പ്രത്യേക ഒരു എനർജിയാണ് കേട്ടോ. പിന്നെ അവിടെ പുൽക്കൂട് മത്സരവും കൂടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് അവിടെ പള്ളിയുടേതായിട്ടുള്ള പുൽക്കൂടാണ്. പിന്നെ 14 പുൽക്കൂട് എങ്ങാണ്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പുൽക്കൂട് മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എല്ലാ പുൽക്കൂടുകളുമാണ് കേട്ടോ ഞാനീ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ കണ്ട ആ കാഴ്ചകളും ആ പുൽക്കൂടുകളും എല്ലാം നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോന്നും ഓരോ ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒന്നിനോടൊന്ന് നമുക്ക് എന്താ പറയുന്നത്, ഏത് നല്ലത് ഏത് മോശം എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് കേട്ടോ. ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പുൽക്കൂടാണിത്. നമുക്ക് ഒന്നിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി അതുകൊണ്ട് അതാണ് ഏറ്റവും ഭംഗിയെന്ന് പറയാൻ പറ്റില്ല. ഓരോ പുൽക്കൂടും ഓരോ രീതിയിലാണ് ചെയ്തിരുന്നത്. നിങ്ങൾ കാണുന്നില്ലേ ഇതിൽ? അത് അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓരോ പള്ളികളിൽ ഇങ്ങനെ, നമ്മുടെയൊക്കെ പള്ളിയിലൊക്കെയാണേ ഒരു ഇടവകയിൽ കുറേ യൂണിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ യൂണിറ്റുകാരായിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് പുൽക്കൂട് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഒരു സാന്റാ ക്ലോസിനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ മഞ്ഞിൽ നിൽക്കുന്നതായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതിലിങ്ങനെ ലൈറ്റും കൂടെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഡിമ്മും ബ്രൈറ്റും ആവുന്നത് കൊണ്ടാണ്, ഡിം ആവുമ്പോഴാണ് അത് കുറച്ച് ഡാർക്കായിട്ട് കാണുന്നത്. ബ്രൈറ്റിൽ നല്ല ഭംഗിയാണ്. ഇതാണ് ബ്രൈറ്റ് ആയിട്ട് വരുമ്പോൾ കണ്ടോ, അവിടെ ഒരു ട്രെയിൻ ഇങ്ങനെ അതിലേ പോകുന്നുണ്ടോ, അത് ഞാൻ അടുത്ത് കാണിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ ഒരു ട്രെയിനും ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് നിങ്ങളോടും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. കാരണം കുറേ പേരൊക്കെ എറണാകുളത്തുള്ളവർക്കൊക്കെ ഇതറിയാം, കണ്ടിട്ടുണ്ടാവും. പക്ഷെ കുറേ പേരൊന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ആ ട്രെയിൻ പോകുന്നത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ആ ഒരു പാത്ത് വേ ഒരാൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. കാരണം ഇങ്ങനെ സ്നോ പോലെ എല്ലാം കോട്ടണിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലോട്ടൊക്കെ ആ ട്രെയിൻ ഒന്ന് തട്ടുമ്പോഴത്തേലും ചിലപ്പം അതിങ്ങനെ മൂവ് ചെയ്യാതിരിക്കും. അപ്പോൾ ആ പുള്ളി വന്നിട്ടൊന്ന് അതിനെ ഒന്ന് കറക്റ്റ് ആ റെയിലിലോട്ട് ആക്കി കൊടുക്കുന്ന കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ട്രെയിൻ ഇങ്ങനെ പോകുന്ന കാണാനായിട്ട്. നല്ല ഭംഗിയില്ലേ? അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് സെൻറ്റ് ജോർജ്. അപ്പം അറിയാം, ക്രിസ്ത്യൻസിനൊക്കെ അറിയാം, വർഗീസ് പുണ്യവാളനെന്നും അറിയപ്പെടും സെൻറ്റ് ജോർജാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന പള്ളിയാണ്. ഒരുപാട് നേർച്ച കാഴ്ചകളൊക്കെ സെൻറ്റ് ജോർജിൻ്റെ
പുൽക്കൂടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ഇഴജന്തുക്കളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കും. ആ പുണ്യാളൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് നേർച്ച വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പാമ്പിൻ്റെ ശല്യത്തിൽ നിന്നും മറ്റും നമ്മുടെ ഭവനങ്ങളെയും നമ്മളെയും ഒക്കെ കാത്തുകൊള്ളും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ശരിക്കും അതങ്ങനെ തന്നെ സംഭവിക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് സെൻറ്റ് ജോർജ്. പിന്നെ എന്താ പറയുന്നത്, നമ്മൾ എന്താ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നിരുന്നാലും ആ പ്രാർത്ഥന സഫലമാകും. അതാണ് ആ ഇടപ്പള്ളി സെൻറ്റ് ജോർജ് പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ. പിന്നെ ഇത് ബാക്കിയുള്ള പുൽക്കൂടുകളാണ് കേട്ടോ. ഒരു സൈഡിലെ പുൽക്കൂടുകളാണ് ഞാൻ ആദ്യം കാണിച്ചത്, ഇത് രണ്ടാമത്തെ സൈഡിലെ. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരും നമുക്ക് അത്ഭുതം തോന്നും, എങ്ങനെയാണ് ഓരോരുത്തരും ഇത്രയും സങ്കല്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ആ ഒരു കഴിവിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ആ ഒരു ഇത് കണ്ടോ, ഇതിനാണെന്ന് തോന്നുന്നു 3rd പ്രൈസ് എങ്ങാണ്ടാണ്. ഇതൊരു അറബിക് ആ ഒരു ഇത് കറക്റ്റ് ആ ഒരു ജെറുസലേം ആ ഒരു ഭാഗത്തുള്ള ആ ഒരു തീം തന്നെയാണ് അവർ കൊടുത്തേക്കുന്നത്. അതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മേളിൽ കോട്ടൺ കണ്ടോ, അത് അത് മേഘത്തെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അതെല്ലാം നല്ല നല്ല രീതിയിലാണ്. ഇത് വേറെ ഒരു പുൽക്കൂടാണ്. ഇതിലെല്ലാം അതെ, ഒന്നിനോട് ഒന്ന് നമുക്ക് നല്ലത് ഒന്ന് മോശം എന്ന് പറയാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് ഭംഗിയായിരുന്നു. നല്ല ഗ്രീനറിയും ഇങ്ങനെ പുല്ലൊക്കെ അവർ വെച്ച് പിടിപ്പിച്ച് വളർത്തി എടുത്തിട്ടൊക്കെ ഒറിജിനൽ പുല്ലാണ് കേട്ടോ അതൊക്കെ. എന്നിട്ട് ചെയ്തിരിക്കുന്ന അവരുടെ എഫേർട്ടിനും എന്താ പറയുന്ന ഒരു ബിഗ് സല്യൂട്ട്. അങ്ങനെ എനിക്ക് നമ്മുടെ ഇവിടെ തിരുവനന്തപുരം ഭാഗത്ത് ഞാൻ ഇങ്ങനെ പുൽക്കൂട് മത്സരമൊന്നും നമ്മുടെ പള്ളിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി വേറെ ഏതെങ്കിലും പള്ളിയിലുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേൽ നമ്മൾ എറണാകുളം, തൃശ്ശൂർ ആ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എല്ലാ പള്ളികളിലും ഇതുണ്ട് കേട്ടോ. ഇതാണ് സെൻറ്റ് ജോർജ് ചർച്ച്. ഞാൻ നേരത്തെ കാണിച്ചത് കപ്പേളയായിരുന്നു. ഇതാണ് സെൻറ്റ് ജോർജിൻ്റെ. ഇത് പഴയ പള്ളിയാണ് കേട്ടോ. ഇപ്പോൾ 2 പള്ളിയുണ്ട് അവിടെ, പുതിയ പള്ളിയും പഴയ പള്ളിയും. അപ്പോൾ ഇവിടെയാണ് തിരുശേഷിപ്പൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് സെൻറ്റ് ജോർജ്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കയറി പ്രാർത്ഥിക്കാൻ കയറിയപ്പോഴത്തേൽ ഞാൻ വീഡിയോയും കൂടി ഒന്ന് എടുത്തതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ തെറ്റാണെന്ന് എനിക്കും അറിയാം. കാരണം നമ്മൾ പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ ആ ഒരു മനസ്സോടുകൂടെ തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത്, അല്ലാതെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇത് കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ ഒന്ന് കാണാനും, അല്ലെങ്കിൽ ഇടപ്പള്ളി പള്ളിയുടെ ആ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ആ ഒരു പ്രത്യേകത ഒന്ന് പറയാനും കാണിക്കാനും കൂടി വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാനിത് കാണിച്ചത്. ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഉള്ളിൽ പേടിയും കുറ്റബോധവും ഉണ്ട്, എന്നാലും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇത് അവിടുത്തെ കിണറാണ് കേട്ടോ. അപ്പം ഈ കിണറിലെ വെള്ളം എന്ന് പറയുന്നത് വിശുദ്ധ ജലമായിട്ട് ആണ് നമ്മൾ വിശ്വസിച്ച് പോകുന്നത്. ഇതിൽ നിന്ന് വെള്ളം കുടിക്കുകയും ആൾക്കാർ വന്ന് മുഖം കഴുകുകയൊക്കെ ചെയ്യും. അപ്പം അവർക്ക് രോഗസൗഖ്യമൊക്കെ കിട്ടുന്നതായിട്ടാണ് വിശ്വാസം. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഗാർഡനിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ലൈറ്റ് വർക്ക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഭംഗി കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തുനിന്ന് മാറാനായിട്ട് പോലും തോന്നിയില്ല. അവിടെ തന്നെ എത്ര കണ്ടു നിന്നാലും മതിയാവാത്ത പോലെ അവിടെ തന്നെ നിൽക്കാൻ തോന്നി. ഇതാണ് മെയിൻ പള്ളി. ഇപ്പോൾ വലിയ പള്ളി ഇതാണ്. ഇവിടെയാണ് ഇപ്പോൾ കുർബാന കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെയാണ്.
അപ്പോൾ അവിടെ ഫ്രണ്ടിൽ, പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓരോ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ, ഇത് ഞാൻ പറഞ്ഞ ആ ഗാർഡനാണ് അവിടെയും. പിന്നെ ഇപ്പുറത്ത് അവർ ഇതൊക്കെ ചെയ്തിട്ട് എന്താ പറയുന്നത്, ഈശോയുടെയും ഉണ്ണീശോയുടെയും ഇതൊക്കെ പ്രൊജക്ടറിൽ കൂടെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ പള്ളിയുടെ ഫ്രണ്ടിൽ ചെയ്തിരുന്ന ഒരു ട്രീ പോലെ ചെയ്തിരുന്നതാണ് കേട്ടോ അത് നല്ല ഭംഗിയായിരുന്നു. ഇതാണ് വലിയ പള്ളിയുടെ അകം എന്ന് പറയുന്നത്. നല്ല വലിയ പള്ളിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ നല്ല പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും ഭംഗിയാണ്. പിന്നെ ഞങ്ങൾ നേരെ വന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഹോട്ടലിൽ ഇത് സാൻചേട്ടൻ്റെ അനിയന്മാരാണ്, അത് മോനാണ് കേട്ടോ, ജോൺസ്. ജിജോയാണ് അറ്റത്തിരിക്കുന്നത്, ജിജോയുടെ മോനാണിത്. ഇത് ഷിബു, സാൻചേട്ടൻ്റെ നേരെ ഇളയ ബ്രദറാണ്. ഇത് ജിജോയുടെ മോള്, ഇത് ജിജോയുടെ വൈഫ് സ്മൈജി. മോളുടെ പേര് മറിയ എന്നാണ്. അപ്പോൾ ഞങ്ങൾ പോയപ്പം ഇവരെല്ലാവരും ആയിട്ട് ഒന്ന് ഒരുമിച്ച് കൂടുന്നതൊക്കെ ഒരു സന്തോഷമല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അൽഫാം ചിക്കൻ അതാണ്, അതും പിന്നെ മന്തി ആണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഫുഡൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. ഞാൻ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും സാൻചേട്ടനും അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് അങ്ങനെ കഴിക്കുന്ന ആൾക്കാരല്ല. ഞങ്ങളങ്ങനെ റെസ്റ്റോറൻറ്റ്സിൽ പോവുകയോ ഒരുപാട് ഫുഡ് അങ്ങനെ പുറത്തുനിന്ന് കഴിക്കുകയോ ചെയ്യുന്നവരല്ല. ഞങ്ങൾ വീട്ടിൽ നിന്നുള്ള ഫുഡ് അതാണ്, എന്തോ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫുഡൊന്നും ഞങ്ങൾ പുറത്തുനിന്ന് ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അൽഫാം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ, കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേലും അനിയൻ പറഞ്ഞു എന്നാൽ പിന്നെ അത് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ് കേട്ടോ. പക്ഷെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അൽഫാം. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യുമെന്ന് ഞാൻ പറയാറില്ലേ. അതുകൊണ്ട് എനിക്ക് റെസ്റ്റോറൻറ്റ് ഫുഡ്സ് എന്ത് കഴിച്ചാലും വണ്ണം വെക്കുന്നുള്ള പേടി കൊണ്ട് ഞാൻ കഴിക്കാത്തതാണ്. ഇത് ആണ് കുഴിമന്തി ഓർഡർ ചെയ്തിട്ട് കുഴിമന്തി വന്നതാണ് കേട്ടോ. അപ്പം അതും അതെ, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും മെൻ്റലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം നമ്മൾ കഴിച്ച ഫുഡിനുമൊക്കെ എന്താ പറയുന്നത്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നല്ല ഹാപ്പി ആയിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ രാത്രി ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ ഫ്ലാറ്റിലോട്ട് പോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ലുലുവിലേക്ക് ഒന്ന് പോയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ എന്ന് വെച്ചാൽ ഒരു മന്തി നമ്മൾ ഫുൾ മന്തി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്ന് നിന്ന ആ പുള്ളി തന്നെ അതൊക്കെ സെർവ് ചെയ്ത് തരുവാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു. ഇത് ഞങ്ങൾ എടപ്പള്ളിയിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ് കേട്ടോ കുറച്ച്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇത്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ലുലുവിലോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ലുലുവിൽ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതും അവിടുത്തെ കാര്യങ്ങളൊന്നും അധികം ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം ആകെ കുറച്ച് ബിസിയും കുറച്ച് ടയേർഡും ആയിപ്പോയി. അതുകൊണ്ടാണ് അവിടുത്തെ അധികമൊന്നും കാണിക്കാതിരുന്നത്. ഇതും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസും എന്നോട് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.